ഗൃഹാതുര സങ്കല്പങ്ങളിലെ നിറസാന്നിധ്യമാണ് എന്നും വിഷു. വിഷുക്കണിയും കൈനീട്ടവുമാണ് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ പ്രധാനം. മുതിർന്ന തലമുറയോട് കാണിക്കുന്ന ആദരവായി കൈനീട്ടം വാങ്ങി കാൽ തൊട്ട് വന്ദിക്കുന്നതിലൂടെ വലിയൊരു പാരമ്പര്യമാണ് നാം കാത്തുസൂക്ഷിക്കുന്നത്. തേച്ചുമിനിക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരിയും കൊന്നപ്പൂവും അലക്കി മടക്കിയ കോടിമുണ്ടും സ്വർണ്ണാഭരണങ്ങളും എല്ലാം ചേർന്ന് കണി കണ്ട നല്ലൊരു വിഷുദിനം. ഇനി കൈനീട്ടമാകാം ഈ വർഷം മുഴുവൻ പൊലിപ്പിക്കാൻ. കണി കണ്ടതിനു ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. ആദ്യകാലങ്ങളിൽ സ്വർണം, വെള്ളി എന്നിവയിലുണ്ടാക്കിയ നാണയങ്ങളായിരുന്നു വിഷു കൈനീട്ടമായി നൽകിയിരുന്നത്. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. പ്രായമായവർ, പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത്. എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട്. കൂടാതെ വിഷുനാളിൽ ക്ഷേത്രങ്ങളിൽ തൊഴാൻ വരുന്ന ഭക്തർക്കും പൂജാരിമാർ കൈനീട്ടമായി നാണയത്തൊട്ടുകൾ നൽകി വരുന്നു. തളി ക്ഷേത്രത്തിന്റെ പ്രത്യേകത വിഷു തൊട്ടാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം കൊടിയേറി കണി കാണുക എന്നുള്ളൊരു ചടങ്ങാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രാധാന്യമുള്ളത്. ഉത്സവം വളരെ മനോഹരമായിട്ട് വിഷുവിനോടനുബന്ധിച്ചിട്ടാണ് മഹാക്ഷേത്രമായ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ തളിയിൽ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അത് തന്നെ വിഷുവിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വർഷത്തെ വിഷു എല്ലാവർക്കും വളരെ സന്തോഷത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും ലോകം മുഴുവൻ ഐശ്വര്യത്തിൻ്റെതും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ തളി ഉത്സവം അതിഗംഭീരമാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തനിക്ക് വിഷു കൈനീട്ടം തന്റെ ഭാര്യയാണെന്ന് പിന്നണി ഗായകൻ ജി വേണുഗോപാൽ കോഴിക്കോട് വിഷനോടും പറഞ്ഞു. വിഷു സ്മരണകളിൽ ഏറ്റവും വലുത്, ഏറ്റവും സ്മരണീയം, അല്ലെ ഏറ്റവും പ്രധാനം, അത് എൻ്റെ വിവാഹം. ഏറ്റവും നല്ല കൈനീട്ടം എൻ്റെ ഭാര്യ രശ്മി. അത് ഒരു വിഷുക്കാലത്ത് എന്നിൽ വന്ന് ചേർന്ന ഒരു കൈനീട്ടമാണ്. അതാണ് ഏറ്റവും വലിയ കൈനീട്ടം. അടുത്ത തലമുറയ്ക്കും സമൃദ്ധിയും ഐശ്വര്യവും കൈവരട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും കൂടി സമ്പത്തുകൾ കൈമാറുകയെന്ന ഉദാത്തമായ സങ്കല്പമാണ് വിഷു കൈനീട്ടം നൽകുന്നതിന് പിന്നിലുള്ളത്. വിഷുക്കാലത്തിന്റെ കൈനീട്ടത്തിന് എന്നും മങ്ങലില്ല. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് വിഷു കൈനീട്ടം. ഏവർക്കും കോഴിക്കോട് വിഷന്റെ വിഷുദിന ആശംസകൾ.